ഇത് കഴിഞ്ഞ വർഷം നട്ട കുരുമുളക്. അത് ചെറിയൊരു ചീമക്കൊന്ന താങ്ങുകാലായിട്ടിട്ട് അതിൻ്റെ മൂട്ടിൽ കുറച്ച് മാറിയൊരു മഹാഗണി ഇവിടെ നട്ടിരുന്നു. അപ്പോൾ ഏകദേശം മഹാഗണി അത്യാവശ്യം മുളക് കയറ്റി വിടുന്നതിനുള്ള കരുത്തായിട്ടുണ്ട്. ചീമക്കൊന്നയുടെ പ്രത്യേകത നമുക്ക് തന്നാണ്ടിലേക്ക് നല്ല ഒരു കാല് കിട്ടും എന്നല്ലാതെ വലിയ വളർച്ചയൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൊമ്പ് പോതൽ വലിയൊരു ജോലി തന്നെയാണ്. ചീമക്കൊന്ന വലിയ പുരോഗതിയൊന്നുമില്ലാതെയാണ് നിൽക്കുന്നത്. മുളക് അതിനകത്ത് കയറി കെട്ടിക്കൊടുത്തിട്ടില്ല എങ്കിലും കണ്ണി വീശിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിനെ ഇറക്കി തിരിച്ച് ഈ മഹാഗണിയിലോട്ട് കയറ്റാനാണ് പോകുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ മൂട്ടിൽ നിന്ന് എന്താണ് അതിൻ്റെ മൂട് നട്ടേക്കുന്നത് അവിടെ നിന്ന് ഈ മഹാഗണിയുടെ മൂടിനോട് ചേർന്ന് ചെറുതായിട്ടൊരു കൊച്ചു തടമെടുത്ത് ഒന്ന് മണ്ണിളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മൂട്ടിലുള്ള വള്ളികളല്ല ഇലകളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പിടിച്ച് കെട്ടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി ഈ മഹാഗണിയിലേക്ക് കയറി പൊക്കോളും. മഹാഗണി ആകുമ്പോൾ നമുക്കൊരു 10-18 അടി ഹൈറ്റിൽ നമുക്കതിനെ മണ്ട മുറിച്ച് ഒരു താങ്ങുകാലായിട്ട് നിർത്താം. മണ്ട മുറിച്ചെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പോകത്തില്ല. അത്യാവശ്യം നല്ല വളർച്ചയുള്ളൊരു മരവുമാണ്. അതിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നട്ട മഹാഗണി ഏകദേശം 7-8 അടി ഹൈറ്റിൽ നമുക്കിപ്പോൾ പിടിച്ച് കിട്ടാനുള്ള ഉയരമായിട്ടുണ്ടത്. അത് മതിയാവും. എന്തായാലും അടുത്ത വർഷം ഇത്രത്തോളം തന്നെ അത് വീണ്ടും വളരും. അപ്പോൾ മഹാഗണി നല്ലൊരു താങ്ങുകാൽ തന്നെയാണ്. ഇതുപോലെ അതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് മാറ്റി അത്യാവശ്യം വളർച്ചയുള്ള വള്ളികളൊക്കെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കണം. വളച്ച് വെച്ച് ഇതുപോലെ അതിൻ്റെ മൂട്ടിലേക്ക് അടുപ്പിച്ച് വെച്ച് കെട്ടി ഇതിന് നമുക്ക് ഇപ്പോൾ 3-4 വള്ളിയുണ്ട്. അപ്പോൾ അതിനായി മഹാഗണിയിൽ പൊതിഞ്ഞ് കയറത്തക്ക രീതിക്ക് സൈഡ് തിരിച്ച് വെച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് കെട്ടിക്കൊടുക്കാം. അങ്ങനെ ഇതുപോലെ അതിനെ കയറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ണി അടിച്ചത് കണ്ണിത്തല അതാ ഇവിടെ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വർഷം ഇവിടം തൊട്ട് കായ പിടിക്കും. ഇതിലെല്ലാം കണ്ണി പൊട്ടും. പിന്നെ ഈ വളർന്നു വന്നേക്കുന്ന വള്ളി ചിലപ്പോൾ നോക്കട്ടെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്ര വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് വരും. കണ്ണി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതിനെല്ലാം ഇതിലോട്ട് ഇറക്കി വെച്ച് തടത്തിലോട്ട് ഇറക്കി വെച്ച് മണ്ണ് കയറ്റി കൊടുക്കണം. അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞു. ഇതിന് ഈ മഹാഗണി മരത്തിൽ നല്ല രീതിയിൽ കയറിപ്പോകും. അതുപോലെ നേരത്തെ ഇറക്കി പതിച്ച കൊടിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതുപോലെ മൂട്ടിൽ നിന്ന് നല്ല രീതിയിൽ കണ്ണിയടിച്ച് കായ്ക്കുന്നുണ്ട്. ഇത്ര ഹൈറ്റാണ് ആയിട്ടുള്ളത്. എന്തൊരു 2-3 അടി ഹൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ പുതിയ കമ്പുകൾ ഇങ്ങനെ കയറി വന്നത്, പുതിയ വള്ളികൾ കയറി വന്നത് എൻ്റെ മണ്ട മുറിച്ച് നിർത്തിയേക്കുന്നതാണത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കണ്ണിയടിച്ച് പുതിയ ബ്രാഞ്ചസുമായിട്ട് ഇതിലെല്ലാം നല്ല രീതിയിൽ പടർന്ന് കയറി പോകും. പിന്നെ